ഓക്സിജൻ OS 15-ൽ നമുക്ക് ആപ്പ് ഫോൾഡേഴ്സ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് വലുതാക്കുകയും ചെറുതാക്കുകയും ഒക്കെ ചെയ്യായിരുന്നു. എന്നാൽ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ഈ ഓക്സിജൻ OS 16-ൽ ഓരോ ആപ്പിന്റെ ഐക്കണും ഇങ്ങോട്ടും അങ്ങോട്ടും സ്ട്രെച്ച് ചെയ്ത് വലുതാക്കാം. വെതർ ആപ്ലിക്കേഷന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ക്വാളിറ്റി കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്, കുറച്ചും കൂടി ഡൈനാമിക് ആയിട്ടുണ്ട്, ലേ ഔട്ടിൽ മാറ്റം വന്നിട്ടുണ്ട്. കാൽക്കുലേറ്റർ ആപ്ലിക്കേഷനുള്ള ബട്ടൺസിൽ അത് കുറച്ചും കൂടി ബബിളിയാണ്. പിന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഗ്ലോ എഫക്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിലുണ്ടായിരുന്ന ആ നെവർ സെറ്റിൽഡ് ഈസ്റ്റർ എഗ് ഉണ്ടല്ലോ, അതും കുറച്ചും കൂടി കിടിലനാക്കിയിട്ടുണ്ട്. അതേ രീതിയിൽ അൺലോക്ക് ചെയ്യുമ്പോൾ വരുന്ന കീപാഡ് ഉണ്ടല്ലോ, അവിടെയും ഈ ഗ്ലോ എഫക്റ്റ് വരുന്നുണ്ട്. ഫോട്ടോസ് ആപ്ലിക്കേഷന്റെ ലേ ഔട്ട് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും എല്ലാം മാറ്റിയിട്ടുണ്ട്. സെർച്ച് ബാറിന് പകരം ഇപ്പം സെർച്ച് ബട്ടൺ ആണ് വരുന്നത്. താഴെയുള്ള ബാറിന് പകരം ഇപ്പം 2 ഫ്ലോട്ടിംഗ് ബട്ടൺസ് ആണ് ഫോട്ടോസ് ആൻഡ് ആൽബംസ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇയർ, മന്ത്, ഡേയ്സിൽ സോർട്ട് ചെയ്യാം. ആൻഡ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ വേറെ വേറെ കാറ്റഗറീസ് കാണാം. ഇനി ഈ ഫോട്ടോസ് ആപ്ലിക്കേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു UIയിലുള്ള ഫോട്ടോ ആപ്ലിക്കേഷനുമായി സാമ്യത തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും യാദൃച്ഛികമാണെന്ന് പറയാൻ പറ്റൂല. കാരണം അത്യാവശ്യം ഇൻസ്പിറേഷൻ കോപ്പിയൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ക്ലോക്ക് ആപ്ലിക്കേഷനുള്ള ക്ലോക്ക് ഇപ്പം OnePlusന്റെ ആ റെഡ് ബ്ലാക്ക് തീമിലാണ് വരുന്നത്. പുതിയ കോമ്പസ് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, ഓക്സിജൻ OS 15-ലായിരുന്നു, ഇവിടെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഓക്കെ, അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ കേൾപ്പിച്ചു തരാം. കേൾക്കുന്നുണ്ടോ ഒരു ടിക് 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 സൗണ്ട്? നമ്മുടെ ആക്ച്വൽ കോമ്പസിൽ നിന്ന് വരുന്ന സൗണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഹാപ്റ്റിക്സ് ഒക്കെ ഉണ്ട്. ഇറ്റ്സ് വെരി നൈസ് ആക്ച്വലി. അതുപോലെ തന്നെ ലെവലിന് വേണ്ടി, സ്പിരിറ്റ് ലെവലിന് വേണ്ടിയുള്ള ഫീച്ചറും ഇവിടെ വരുന്നുണ്ട്. എന്നാൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ എന്താണെന്ന് അറിയില്ല, ഇപ്പോഴും അങ്ങനെ മാറ്റമൊന്നുമില്ല. അതായത് ഓക്സിജൻ OS 15 ആണെങ്കിലും 16 ആണെങ്കിലും ഏത് UI ആണെങ്കിലും യൂട്യൂബിൽ കയറി നിങ്ങൾ മിസ്റ്റർ പെർഫെക്റ്റ് ഒക്കെ സെർച്ച് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈസിലി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. സോ സബ്സ്ക്രൈബ്. എൻ്റെ ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് UIs ആയിരുന്നു OnePlusന്റെ ഓക്സിജൻ OS 15. അത് ഞാൻ കുറേ നാൾ ഈ OnePlus 13 ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഓക്സിജൻ OS 16ന്റെ ബീറ്റ ഈ OnePlus 13sൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കാൻ വേണ്ടി ഞാൻ ഈ OnePlus 11 ആൻഡ് OnePlus 13s ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഓക്സിജൻ OS 15ൽ വന്ന ഫ്ലക്സ് തീം ഓർമ്മയുണ്ടല്ലോ, ഇത്തവണ അത് അപ്ഗ്രേഡ് ചെയ്ത് ഫ്ലക്സ് തീം 2.0 കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇതാ കണ്ടില്ല, ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇത് കണ്ടോ, ലോക്ക് സ്ക്രീൻ സെലക്ഷൻ മെനുവിൽ താഴെ ഒരു ഗ്ലോ ഷാഡോ പോലത്തെ സെറ്റപ്പ്. അതായത് OnePlus did not have to go this hard. ഇറ്റ്സ് വെരി നൈസ്. കാണാൻ നല്ല രസമുണ്ട്, ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. പിന്നെ ഫൈനലി ലോക്ക് സ്ക്രീനിൽ വിജിറ്റ് ഇടാനുള്ള ഫീച്ചർ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് വിജിറ്റ് ഓപ്ഷൻസ്. ആൻഡ് ബാക്കിലുള്ള ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഈ ടെക്സ്റ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റൂലായിരുന്നു ഓക്സിജൻ OS 15ൽ. ഇവിടെ അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം, സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. സോ ഓക്സിജൻ OS 15ൽ ഈ ഫ്ലക്സ് തീം ഓൾറെഡി നല്ല സ്മൂത്ത് ആയിരുന്നു, ഈ ആനിമേഷൻ കാര്യങ്ങൾ. എന്നാൽ ഇവിടെ വീണ്ടും കുറച്ചും കൂടി ആ സ്മൂത്ത്നെസ്സും എന്തോ സംഭവം അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഉഫ്, ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ലോക്ക് സ്ക്രീനിൽ വരുന്ന മീഡിയ പ്ലെയർ ഉണ്ടല്ലോ, അതും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ തന്നെ ഫോർവേഡും ബാക്ക്വേർഡ് ഒക്കെ ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ബാക്ക് ഒക്കെ പോകാം. ആൻഡ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീഡിയോ വാൾപേപ്പർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഫീച്ചറിൽ ഫുൾ സ്ക്രീനിന്റെ പുതിയ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫുൾ സ്ക്രീൻ ആക്കി വെക്കാൻ പറ്റും. ഞാൻ ഇൻട്രോയിൽ കാണിച്ചതുപോലെ നമുക്ക് ആപ്പ് ഐക്കൺസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് വലുതാക്കാം. ആൻഡ് ആ ഒരു ആപ്ലിക്കേഷനുള്ള ചില ഫീച്ചറുകൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വലിയ ഐക്കൺ വിഡ്ജറ്റിന്റെ മേളിൽ പ്ലേസ് ചെയ്യാം. ഫോട്ടോ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നേരെ ഫോട്ടോ മോഡ് ഓപ്പൺ ആവും, വീഡിയോ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വീഡിയോ മോഡ് ഓപ്പൺ ആവും. ഇൻസ്റ്റാഗ്രാമിൽ ഫോർ എക്സാമ്പിൾ മെസ്സേജും നോട്ടിഫിക്കേഷനും വേണ്ടി പ്രത്യേകം ബട്ടൺസ് ഉണ്ട്. എന്നാൽ ചില ആപ്ലിക്കേഷൻ ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ്, BGMI അവിടെ ഇങ്ങനെ സ്പെഷ്യൽ ബട്ടൺ ഒന്നും വരില്ല, അതിങ്ങനെ വലുതായിരിക്കും. പിന്നെ ഫ്ലക്സ് എന്ന പേരുള്ള ഒരു പുതിയ ഐക്കൺ പാക്ക് ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. അതായത് ബേസിക്കലി നമ്മുടെ വാൾപേപ്പറുടെ കളർ അനുസരിച്ച് അതിന്റെ കളർ നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും. ഓക്കെ, ആപ്പ് ഡ്രോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഓൾ ആൻഡ് കാറ്റഗറീസിന്റെ പ്രത്യേകം ഫ്ലോട്ടിംഗ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. കാറ്റഗറീസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ iOSൽ വരുന്ന ആപ്പ് ലൈബ്രറി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ്. അതായത് ആപ്പുകൾ ഓട്ടോമാറ്റിക്കലി അതിന് അനുയോജ്യമായ ഫോൾഡേഴ്സിലേക്ക് കയറിയിരിക്കും. ആൻഡ് ഫൈനലി OnePlus ഈ സെർച്ച് ബാർ താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ ക്വിക്ക് ടോഗിൾസിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക കളർ തീമും OnePlus ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതായത് പുതുതായിട്ട് വന്നിരിക്കുന്ന AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ AI ഫീച്ചേഴ്സിന് വേണ്ടിയുള്ള ഒരു പ്രത്യേകം ടാബ് OnePlus സെറ്റിംഗ്സിൽ തന്നിട്ടുണ്ട്. ഇതാണ് ആ ഒരു AI ടാബ്. ഓക്സിജൻ OS 15ൽ അത് മിസ്സിംഗ് ആയിരുന്നു. എന്നാൽ ഓക്സിജൻ OS 15ൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഫീച്ചർ ആയിരുന്നു AI സെർച്ച്. നമുക്ക് വേണമെങ്കിൽ ഗ്ലോബൽ സെർച്ചിലൂടെ ഈ ഫോണിലുള്ള ഏത് സംഭവം വേണമെങ്കിലും സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു AI സെർച്ച് വഴി. ആ ഒരു AI സെർച്ച് OnePlus ഇപ്പോൾ സെറ്റിംഗ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആണ്. ഐ തിങ്ക് സാംസങ്ങിന്റെ One UI ഇത് ഓൾറെഡി വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തെങ്കിലും പെർഫോമൻസിന്റെ എന്തെങ്കിലും സെറ്റിംഗ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. സെറ്റിംഗ്സ് നേരെ അവിടെ പോയി പെർഫോമൻസ് സെർച്ച് ചെയ്താൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സെറ്റിംഗ്സ് ഒരേ സ്ഥലത്ത് കാണിച്ചു തരും. AI മൈൻഡ് സ്പേസ് ഓർമ്മയുണ്ടല്ലോ, അതായത് OnePlus ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത AI ഫീച്ചർ ആണ്. ഒന്നെങ്കിൽ പ്ലസ് കീ അല്ലെങ്കിൽ മേളിലേക്ക് 3 ഫിംഗർ സ്വൈപ്പ് അപ്പ് ചെയ്താൽ സ്ക്രീനിലുള്ള ആ ഒരു സംഭവം അനലൈസ് ചെയ്ത് നമ്മുടെ മൈൻഡ് സ്പേസിൽ അത് സേവ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. എന്നാൽ ഈ ഒരു ഫീച്ചർ ഇപ്പം OnePlus ഫൈനലി ഗൂഗിൾ ജെമിനിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. സോ അതായത് ക്രോസ്
ആപ്പ് ഇൻറ്റിഗ്രേഷൻ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണം, നിങ്ങൾ ഡൽഹി പോകാൻ വേണ്ടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ്. എവിടെയൊക്കെ പോകണം അത് നിങ്ങൾ ഓൾറെഡി സ്ക്രീൻഷോട്ട് എടുത്ത് മൈൻഡ് സ്പേസിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ പറഞ്ഞ സ്ഥലങ്ങൾ മാത്രം കണ്ടാൽ മതി. ലുക്ക് ഇൻ ടു മൈ മൈൻഡ് സ്പേസ് ആൻഡ് പ്ലാൻ എ 1-day ട്രിപ്പ് ടു ഡൽഹി. ഇതാ കണ്ടില്ലേ, നമ്മൾ മൈൻഡ് സ്പേസിലേക്ക് സേവ് ചെയ്ത ആ പറഞ്ഞ സ്പോട്ടുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടൂർ പ്ലാൻ നമുക്ക് ഗൂഗിൾ ജെമിനി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ AI റൈറ്ററിൻ്റെ ഫീച്ചർ ഉണ്ടല്ലോ, അതായത് ടെക്സ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പം സിസ്റ്റം വൈഡ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു UIയിൽ എവിടെ വേണമെങ്കിലും ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ഈ AI റൈറ്ററിൻ്റെ AI ഫീച്ചർ ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ പോർട്രേറ്റ് ഫോട്ടോസിന് വേണ്ടി AI റീലൈറ്റിൻ്റെ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് ബേസിക്കലി ഗ്ലോ കൂട്ടാനുള്ള ഒരു ഫീച്ചറാണ്, പ്രത്യേകിച്ചും നിങ്ങൾ ഈ നൈറ്റ് ടൈമിലൊക്കെ പോർട്രേറ്റ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ. പിന്നെ ഗാലറിയിലുള്ള വീഡിയോ എഡിറ്റർ ഉണ്ടല്ലോ, അതും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ ടെക്സ്റ്റ് ഓവർലേ ചെയ്യാൻ വേണ്ടി കുറെ പുതിയ ഓപ്ഷൻസ് ഒക്കെ അവരിട്ട് തന്നിട്ടുണ്ട്. O+ കണക്ട് ആപ്ലിക്കേഷൻ ഓർമ്മ ഉണ്ടല്ലോ, അതായത് നമുക്ക് വേണമെങ്കിൽ ഈ OnePlusന്റെ ഡിവൈസും ഒരു ഐഫോൺ ഇങ്ങനെ മുട്ടിച്ചാൽ അങ്ങോട്ട് ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതാണ് ഈ O+ കണക്ട്. അത് ഐഫോൺ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഈ സംഭവം ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ മാക്കും PC-യിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ OnePlus ഡിവൈസ് മാക് PC-യുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഫോണിലുള്ള ആപ്ലിക്കേഷൻ നേരെ നമുക്ക് PC അല്ലെങ്കിൽ മാക്കിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റും. ഈ ഫോൺ PC അല്ലെങ്കിൽ മാക്കിൽ മിറർ ചെയ്യാൻ പറ്റും. പിന്നെ OnePlus OxygenOS 15-ൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സംഭവമാണ് പാരലൽ പ്രോസസ്സിംഗ്. അതായത് ആനിമേഷൻസ് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയായിരുന്നു. ഇത്തവണ അത് അപ്ഗ്രേഡ് ചെയ്ത് പാരലൽ പ്രോസസ്സിംഗ് 2.0 ആക്കിയിട്ടുണ്ട്. ഞാൻ സൈഡ് ബൈ സൈഡ് കാണിച്ചു തരാം. അതായത് OxygenOS 15 ഓൾറെഡി ഭയങ്കര സ്മൂത്തും ഫാസ്റ്റ് ആയിരുന്നു. എന്നാൽ അതിന് വീണ്ടും സ്മൂത്തും കുറച്ചും കൂടി സ്പീഡും ഫാസ്റ്റും ആക്കിയിട്ടുണ്ട്. അതായത് നല്ല രസമാണ് ആ ഒരു ക്ലോസിംഗ് ഓപ്പണിംഗ് ആനിമേഷൻ ഉണ്ടത്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം എടുത്തു പറയണം, ബീറ്റ അപ്ഡേറ്റ് ആണ്, അതായത് ബീറ്റ സോഫ്റ്റ്വെയർ ആണ്. എന്നിട്ടും എനിക്ക് ബീറ്റ ആയിട്ട് തോന്നിയിട്ടേ ഇല്ല. അതായത് OnePlus അവകാശപ്പെടുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം പക്കയായിട്ട് വർക്ക് ആവുന്നുണ്ട്. പിന്നെ ആനിമേഷൻസ് ആണെങ്കിലും സെറ്റിംഗ്സ് ആണെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം കാര്യമായിട്ടുള്ള ഗ്ലിച്ചോ ബഗ്ഗോ ഒന്നും ഇല്ലാതെ തന്നെ വർക്ക് ആവുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വെരി നൈസ്. അതായത് ബീറ്റ ഇത്ര സ്റ്റേബിൾ ആണെങ്കിൽ സ്റ്റേബിൾ എത്രമാത്രം സ്റ്റേബിൾ ആയിരിക്കും അത് നമുക്ക് അടുത്ത മാസം തൊട്ട് അറിയാൻ പറ്റും. അതായത് നെക്സ്റ്റ് മന്ത് തൊട്ടാണ് ഈ OnePlus ഫോൺസിൽ ഈ പറയുന്ന പുതിയ OxygenOS 16 വരാൻ പോകുന്നത്. ഏതൊക്കെ ഫോണിൽ എപ്പോഴൊക്കെ വരും അതറിയാൻ വേണ്ടി ഈ കാണുന്ന ഫോട്ടോയുടെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് വെക്കുക. ഇനി Vivo iQOO ഫോൺസിൽ വരാൻ പോകുന്ന പുതിയ OriginOS 6-നെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വീഡിയോയിൽ പ്രസ് ചെയ്യുക, എൻജോയ് ചെയ്യുക. മിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.